ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പഞ്ചപാണ്ഡവന്മാരാൽ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവീകരണ കലശ സഹസ്ര കലശാഭിഷേകത്തിന് മെയ് 21 ബുധനാഴ്ച മുതൽ തുടക്കമാകും. ദേവന് ചൈതന്യക്ഷതമില്ലെങ്കിലും വിവിധ കാരണങ്ങളാൽ ഉണ്ടായേക്കാവുന്ന ക്ഷതം തീർത്ത് ഭഗവാന് ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ 15 വർഷങ്ങളിലും നവീകരണ കലശവും സഹസ്ര കലശാഭിഷേകവും ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുന്നത്. മെയ് 21 ബുധനാഴ്ച മുതൽ 31 തീയതി ശനിയാഴ്ച വരെയാണ് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവീകരണ കലശ സഹസ്ര കലശാഭിഷേകം നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നവീകരണ കലശ സഹസ്ര കലശാഭിഷേക ചടങ്ങുകളെക്കുറിച്ച് ക്ഷേത്രം ട്രസ്റ്റ് MV അശോകൻ വാര്യർ സംസാരിക്കുന്നു. ഈ വരുന്ന 21 തീയതി മുതൽ 31 തീയതി വരെ നീണ്ടു നിൽക്കുന്ന നവീകരണ സഹസ്ര കലശാഭിഷേകവും നടക്കുകയാണ്. അതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന കൈമുക്കുമന തന്ത്രി വാസുദേവൻ നമ്പൂതിരിപ്പാട്, അതുപോലെ സുധീഷ് നമ്പൂതിരിയും ആണ് ഇതിൻ്റെ മുഖ്യ കാർമ്മികത്വം. 2010 ഈ ക്ഷേത്രം പുനരുദ്ധരിച്ചതിന് ശേഷം, അന്ന് നവീകരണം നടത്തിയതിന് ശേഷം 15 വർഷം കൂടുമ്പോഴാണ്, ഈ 12 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഈ നവീകരണ കലശം ക്ഷേത്രത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഈ 15 വർഷമായപ്പോൾ ഈ ക്ഷേത്രത്തിൽ വീണ്ടും ഒരു നവീകരണ കലശം സഹസ്ര കലശാഭിഷേകവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രം 2010 പുനരുദ്ധീകരിച്ചു. അതായത് ക്ഷേത്ര ബിംബം അന്ന് പുനഃപ്രതിഷ്ഠ ചെയ്യുക ചെയ്ത്, അതായത് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ അന്ന് പ്രതിഷ്ഠയുടെ അംഗവൈകല്യങ്ങൾ വന്ന പ്രതിഷ്ഠയായിരുന്നു. പക്ഷെ അന്ന് പ്രശ്നപ്രകാരം ആ വിഗ്രഹം മാറ്റാൻ പാടില്ലായിരുന്നു. ഗോളക ഇറക്കി ആ വിഗ്രഹം തന്നെ വീണ്ടും അവിടെ പ്രതിഷ്ഠിച്ച് അതിൻ്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്യാനാണ് ഇന്ന് പ്രശ്നവശാൽ കണ്ടത്. അത് പ്രകാരം ഇന്ന് ക്ഷേത്രത്തിൽ അതിൻ്റെ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ബിംബം ഒരിക്കലും മാറ്റുന്നില്ല, എങ്കിലും അതിൻ്റെ നവീകരണ കലശവും സഹസ്ര കലശാഭിഷേകവുമായിട്ട് 15 വർഷമായി ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് അതിനോടനുബന്ധിച്ചാണ് ഈ വരുന്ന 21 തീയതി മുതൽ 31 തീയതി വരെ നടക്കുന്ന ഈ ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ നല്ലൊരു നല്ല ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളിലെ ഈ ഇതേമാതിരിയുള്ള 12 വർഷം കഴിഞ്ഞ് ചെയ്യുന്ന ഓരോ നവീകരണ കലശങ്ങളും ഓരോ ക്ഷേത്രത്തിലും ചെയ്യുന്നത്. CCV ന്യൂസ്, തിരുവല്ലാമല.